മാത്രമല്ല ദേ ആർ ജനറലി അസോസിയേറ്റ് വിത്ത് ഫ്യൂ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്. കുറച്ച് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ജേർക്കി മൂവ്മെന്റ് വരിക, മസിൽ ടിച്ചിങ് ഒക്കെ വരിക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. അല്ലെങ്കിൽ സ്ലോ മൂവ്മെന്റ് വരിക, റിജിഡിറ്റി വരിക എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നെഗറ്റീവ് സിംറ്റംസിന് മോർ എഫക്റ്റീവ് ആണ് സെക്കൻഡ് ജനറേഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ റെസർപെർനോയിഡ്, ഒലാസെപ്പിൻ ആൻഡ് ക്വിറ്റിപ്പിൻ ആണ്. സോ ഇത് നോക്കി വെക്കുക. മിക്കവാറും ആൾക്കാർ ഞാൻ ഇപ്പോഴും പറയുന്നു, വീണ്ടും വീണ്ടും തിരിച്ച് കളയുന്നൊരു തെറ്റി പോകുന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ക്ലോർപ്രോമാസിൻ ആണ്. സോ ബേസിക്കലി ക്ലോർപ്രോമാസിൻ എവിടെ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ജനറേഷനിലാണ് പഠിച്ചത് അല്ലേ. സോ ഫസ്റ്റ് ജനറേഷൻ ആന്റിബയോട്ടിക് അല്ല, ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ആണ്. സോ നമുക്ക് നോക്കാം ഓരോ ഡ്രഗ്സ് ആയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാന്ന് നോക്കാം. സോ ക്ലോർപ്രോമാസിന്റെ ആക്ഷൻ D2 റിസപ്റ്റർ ബ്ലോക്കേജ് തന്നെയാണ്, വേറെ ഒന്നുമില്ല പറയാൻ കേട്ടോ. സോ ബേസിക്കലി നമ്മുടെ ആന്റി സൈക്കോട്ടിക് എഫക്ട് നമുക്ക് റിലീവ് ചെയ്ത് ഒരു പോസിറ്റീവ് സിംറ്റംസിനൊക്കെ നമുക്ക് തരുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. സോ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് ഉണ്ട് ഇതിനും. D2 റിസപ്റ്റർ ബ്ലോക്കേജ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് ഉണ്ടാവും. പാർക്കിൻസോണിസത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പയ്യെ നടന്നു പോവുക, അല്ലെങ്കിൽ മസിൽ റിജിഡിറ്റി ഫീൽ ചെയ്യുക, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ഡ്രോബാക്ക് ആണ് കേട്ടോ. സോ പിന്നെ അത് മാത്രമല്ല ദിസ് എ കോമൺ ഡ്രോബാക്ക് ഓഫ് FGAs കമ്പയർ ടു SGAs. സോ നമ്മൾ FGAസിനും SGAസിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ FGAസിനൊക്കെ ഈ ഡ്രോബാക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ആന്റി എമറ്റിക് എഫക്റ്റ് ആണ്. സോ ക്ലോർപ്രോമാസിന് ഒരു ആന്റി എമറ്റിക് എഫക്റ്റും കൂടെ ഉണ്ട്. അതായത് H1നെ എന്ത് ചെയ്യാറുണ്ട്? ബ്ലോക്ക് ചെയ്യാറുണ്ട്. കമ്പൈൻ വിത്ത് H1 ആൻഡ് ഡോപ്പമിൻ. H1നെയും D2നെയും ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടും പിന്നെ മസ്കാർണിക് റിസപ്റ്ററിനെയും ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വൊമിറ്റിക് സെന്റർ എന്ത് ചെയ്യാറുണ്ട്? ഡിപ്രസ് ആകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആന്റി എമറ്റിക് എഫക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ കുറച്ചധികം റിസപ്റ്റേഴ്സ് ഇന്ററാക്ഷൻസും അവൈലബിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഡോപ്പമിന്റെ കേസ് ഞാൻ പറഞ്ഞു, D2 റിസപ്റ്ററിന്റെ കേസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെന്താണ്? എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിന്റെ കേസ് പറഞ്ഞു, ആൻഡ് ആന്റി എമറ്റിക് എഫക്റ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? മനസ്സിലാവാതൊന്നുമില്ലല്ലോ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് മെറ്റാബോളിസം ആൻഡ് ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടി ആണ്. സോ നമ്മുടെ ലിവറിലാണല്ലോ മെറ്റാബോളിസം ചെയ്യുന്നത്. സോ ക്ലോർപ്രോമാസിൻ എപ്പോഴും എന്തിനുണ്ട്? എക്സ്റ്റെൻസീവ് മെറ്റാബോളിസിലൂടെ കടന്നു പോകാറുണ്ട്. ലിവറിൽ തന്നെയാണ്. പ്രൈമർലി CYP450 എൻസൈംസ് ആൻഡ് 1A2 ആൻഡ് 2D6 എൻസൈം വഴിയിട്ടാണ് ഇത് ഫർദർലി മെറ്റാബോളിസം നടക്കുന്നത്. സോ നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കാം, മെറ്റാബോളൈസ്ഡ് ഇൻ ദ ലിവർ. പിന്നെ എൻസൈം പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാം കേട്ടോ. ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹെപ്പാറ്റിക് മെറ്റാബോളിസം ഉള്ളത് കൊണ്ട് തന്നെ ഹാഫ് ലൈഫ് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, മെറ്റാബോളിക് റേറ്റ് കൂടുകയാണ്. ഹെപ്പാറ്റിക് മെറ്റാബോളിറ്റി നമ്മൾ ലിവറിൽ നിന്ന് പെട്ടെന്ന് മെറ്റാബോളൈസ് ചെയ്ത് എക്സ്ക്രീഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഡ്രഗ് ഇല്ല, അതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. സോ എക്സ്ട്രാ ഹെപ്പാറ്റിക് മെറ്റാബോളിസം ഉണ്ട് എന്നുള്ളതാണ്. സോ ക്ലോർപ്രോമാസിൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് കിഡ്നിയിലായാലും ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ എന്താ ഈ മെറ്റാബോളിസം കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടിയിൽ ഓരോ പേഷ്യന്റിലും ഓരോ രീതിയിലാണ്. ഇപ്പം എനിക്ക് ഉള്ള പോലെ ആകണം എന്നില്ല ഒരു ലിവർ മെക്കാനിസം അല്ലെങ്കിൽ ലിവർ മെറ്റബോളിക് മെക്കാനിസം വേറൊരാക്കുക. അപ്പം അതുകൊണ്ട് അത് മാറിക്കൊണ്ടേ ഇരിക്കാം. സോ എക്സ്ക്രീഷൻ പറയുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, പെട്ടെന്ന് മെറ്റാബോളിസം നടക്കുന്നു അല്ലെ. ദാറ്റ് മീൻസ് യൂറിനിലും ബൈലിലും ഫീസസിലും കൂടെ എക്സ്ക്രീറ്റ് ആകാറുണ്ട്. മൾട്ടിപ്പിൾ റൂട്ട്, ഒരുപാട് റൂട്ട് റീനൽ വഴിയൊക്കെ പോവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹാഫ് ലൈഫ് ഞാൻ പറയണ്ടല്ലോ, ഹാഫ് ലൈഫ് മാറിക്കൊണ്ടേ ഇരിക്കാം. 23 മുതൽ 37 മണിക്കൂറാണ് ഒരു ഗുളികയുടെ ഇത് കാണിക്കുക. സോ അത് മാറിക്കൊണ്ടിരിക്കാം. 10 to 40 ഒക്കെ പോവാം കേട്ടോ. 10 മുതൽ 40 മണിക്കൂർ വരെ പോവാം. പക്ഷെ എന്നാലും 23 മുതൽ 37 ജസ്റ്റ് നമ്മൾ പറയുന്നത്, റേഞ്ച് പറയുന്നത്. ഹാഫ് ലൈഫ് നമ്മൾ പറയുന്നത് എപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ മെറ്റാബോളിസം ആണ്. സോ ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് വെക്കുക. 10, 25, 50, 100 ആണ്. ആൻഡ് സിറപ്പ് ആണെങ്കിൽ 5 ml ആണ്. ആൻഡ് 50 mg per 2 ml ഇഞ്ചക്ഷൻസും ആണ്. സോ ഇതൊക്കെ ഓരോന്നും നമ്മുടെ ഉപയോഗം പോലെ ഉണ്ടാവും. സോ ഇൻഡിക്കേഷൻസ് ആണ് ക്ലോർപ്രോമാസിൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഷിസോഫ്രീനിയക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സോ ബേസിക്കലി ആ ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് ഒക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പോസിറ്റീവ് സിംറ്റംസുകളൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈപോളാർ ഡിസോർഡേഴ്സ് ലൈക്ക് ആൾക്കാരിൽ ഉണ്ടാകുന്ന ബൈപോളാർ ലൈക്ക് എന്താണ്, ഒരുപാട് മാനിയാക്ക് എപ്പിസോഡ്സ് വരുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അജിറ്റേഷൻ ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാറുണ്ട്. ആൻഡ് അക്യൂട്ട് അജിറ്റേഷൻ. സോ ബേസിക്കലി ക്ലോർപ്രോമാസിൻ ആണെങ്കിൽ അജിറ്റേഷൻ കുറക്കാൻ പറ്റും. അതായത് ഈ ഹൈപ്പർ എക്സൈറ്റബിൾ ബിഹേവിയർ കാണിക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ വിഗ്രസ്ലി വയലന്റ് ആവുന്ന ആൾക്കാരൊക്കെ ഇല്ല, അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ്. പിന്നെ നൗസിയ വോമിറ്റിംഗ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നൗസിയ വോമിറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാ പറഞ്ഞ യൂസ് പറഞ്ഞപ്പോൾ? ഷിസോഫ്രീനിയ, ബൈപോളാർ, അക്യൂട്ട് അജിറ്റേഷൻ, നൗസിയ ആൻഡ് വോമിറ്റിംഗ്. ഓക്കെ അല്ലേ?
സോ കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ക്ലോർപ്രൊമാസിന് എപ്പോഴും ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അനാഫൈലാക്സ്, ഞാൻ ഓൾറെഡി അനാഫൈലാക്സ് ഒക്കെ ജനറൽ ഫാർമക്കോളജി പഠിപ്പിച്ചതാണ്, അപ്പം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഉണ്ട്. എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, ലൈക്ക് ഹോർമോൺ ലെവലിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതുകൊണ്ട് എന്താണ് പ്രൊലാക്റ്റിൻ ലെവലിൻ്റെ ഒക്കെ ഡിസോർഡറിലൊക്കെ മാറ്റം വരാം, തൈറോയ്ഡ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ എൻഡോക്രൈൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ആൻഡ് ഹെമറ്റോളജിക്കൽ കൺസേൺസ് ഉണ്ട്. ഈ ബോൺ മാരോ ഫങ്ഷൻസ് ഒക്കെ കുറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ക്ലോർപ്രൊമാസിൻ കൊടുക്കുമ്പോൾ ബോൺ മാരോന്റെ ഒക്കെ അളവ് കുറയാറുണ്ട്. സോ കാർഡിയോവാസ്കുലർ കൺസിഡറേഷൻസും ഉണ്ട്. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള ആൾക്കാർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കില്ല, ക്ലോർപ്രൊമാസിൻ കൊടുക്കില്ല, പ്രിക്കോഷൻസ് എടുക്കും. കാര്യം അവരുടെ ക്യൂറ്റി ഇന്റർവെൽ പ്രൊലോങ്ങേഷൻ ഒക്കെ കാണിക്കാറുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ECG ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. അപ്പം എന്തൊക്കെ പറഞ്ഞു, ഒന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെ, അനാഫൈലാക്സിസ്, അലർജിക് ഷോക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല എൻഡോക്രൈൻ ഡിസോർഡർ, തൈറോയ്ഡ്, പ്രൊലാക്റ്റിന്റെ കേസ് പറഞ്ഞു. ആൻഡ് ഹെമറ്റോളജിക്കൽ കൺസിഡറേഷൻ പറഞ്ഞു, ബോൺ മാരോ ഫംഗ്ഷന്റെ കേസ് പറഞ്ഞു. ആൻഡ് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ, എളുപ്പമാണ് അല്ലേ. സോ മോണിറ്ററിങ് ആൻഡ് പേഷ്യന്റ് കെയർ ആണ്. നിങ്ങൾ വായിച്ചാൽ മതി, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ത് കാരണത്താൽ നമ്മൾ മോണിറ്റർ ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞ കോൺട്രാ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലേ. സോ ബേസിക് നമ്മൾ ആദ്യം മുതൽ പറയാം. സോ ആന്റി സൈക്കോട്ടിക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, D2 റിസെപ്റ്റർ. സെക്കൻഡ് ആണെങ്കിൽ എന്തൊക്കെയാണ്, സെറോട്ടോൺ, ഡോപ്പമിൻ ആണ്. സോ ബേസിക്കലി നെഗറ്റീവ് സിംറ്റംസിനൊക്കെ നമുക്ക് ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പാർക്കിൻസോൺസും ലൈക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. സോ ഡോപ്പമിൻ ആണ് എന്താണ് ക്ലോർപ്രൊമാസിന്റെ കേസ് പറഞ്ഞു. എക്സ്ട്രാ പിരമൽ സൈഡ് എഫക്റ്റ് ഉണ്ട് പറഞ്ഞു. ആന്റി എമക്റ്റിക് എഫക്റ്റ് പറഞ്ഞു. ഹെപ്പാറ്റിക് മെറ്റബോളിസം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സിമ്പിളാണ്. ഷിസോഫ്രീനിയ, ബൈപോളർ, അക്യൂട്ട് അജിറ്റേഷൻ, നൗസിയ, വോമിറ്റിംഗ്. തീർന്നല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വേണം. താങ്ക് യു.